ലേറ്റ് ആയി Good morning, sir. Good morning, sir. കുട്ടിച്ചാ മോനി ഈ പ്രാവശ്യം എല്ലാം പഠിച്ചോ? പഠിച്ചോ? എനിക്ക് മാത്സ് എത്ര ക്ലാസ്സാ? ഞാൻ അമ്മ മാർക്സ് പറഞ്ഞു കൊടുത്തത്. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല? ഇല്ല. പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ല. എന്താ പറഞ്ഞില്ലാത്തത്? അത് മാർക്സിന്റെ പറഞ്ഞില്ലാത്തത് എന്താ? എനിക്ക് അറിയത്തില്ലായിരുന്നാ? ഇവിടെ ഇങ്ങോട്ടേക്ക് അറിവ് പ്രശ്നമുണ്ട് എനിക്ക്. പിന്നെ രാത്രി എന്ത് ചെയ്യുന്നത്? ഞാൻ ആ രാത്രി കിടന്നു നമ്മൾ ചിന്തിച്ചിരുന്ന് പഠിക്കുക. രാവിലെ വന്നപ്പോൾ കോഫിയും കുടിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മാത്സിന്റെ ബുക്ക് കുടിച്ച് പഠിച്ചോ? എന്താണ് നീ പഠിച്ചത്? അത് വരാം സെക്കൻഡ്. എന്താ പഠിച്ചത്? ഞാൻ കെമിസ്ട്രി. മാത്സിന്റെ എക്സാം കെമിസ്ട്രി. പിന്നെ ഫിസിക്സിന്റെ എക്സാം ബയോ പഠിച്ചു. ഹിന്ദിയുടെ എക്സാം മലയാളം അല്ല, ഹിന്ദിയുടെ എക്സാം ഇംഗ്ലീഷ്. അപ്പൊ പിന്നെ ഇംഗ്ലീഷിന്റെ എക്സാമിൽ മോൻ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. നിങ്ങളാണ് നോക്കുന്നില്ലേ എന്താ ചെയ്യുന്നില്ല? സാറേ ഇവൻ പഠിക്കുവോ പറഞ്ഞ് രാത്രിത്തെ ഫുഡ് കഴിച്ച് രാവിലെ പോകും. ഫുഡ് കഴിക്കുന്നത് ഓണമല്ല. എന്താ എത്ര മണിക്ക് ഫുഡ് കഴിക്കുന്നു? എത്ര മണിക്കാണ് നീ ഫുഡ് കഴിക്കുന്നത്? ഒന്ന് പറഞ്ഞു. 8 മണി മുതൽ ആണ് കഴിക്കുന്നത്. നിങ്ങൾ ഫോൺ നീ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ദിവസം രാത്രി 12 മണിക്ക് കുറവ് സ്വന്തം അത്ര ഞാൻ എന്നിട്ട് എന്തെങ്കിലും ഡ്രില്ലിങ് ചിരിക്കണ്ട. നിന്റെ ആ ദിവസം ഫോൺ ഞാൻ നിന്റെ ബാഗിൽ പിടിച്ചായിരുന്നു. എന്റെ 2 ഫോണുണ്ട്. നിങ്ങൾ മകനൊന്നും എടുത്തുകൊണ്ട് ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു. ഇവൻ പറഞ്ഞു നിങ്ങളുടെ മോൻ ഇത് വല്ല റെസ്പോൺസിബിൾ. മാത്സിനോട് നിങ്ങളുടെ ബോഡി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ബോഡി എഴുതി വെക്കുന്നു. നിന്റെ പേര് വർഗീതല്ലേടാ. നിൽക്കണായിരുന്നു. എന്തായാലും നീ പേപ്പർ എടുത്ത് നീ ഇതെല്ലാം നോക്കിയിട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്ന് സൈൻ ചെയ്യും. സൈൻ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് പ്രിൻസിപ്പൾ വരുമ്പോൾ കാണണം. നിങ്ങളെ മോൻ എല്ലാ സബ്ജക്റ്റ് തെറ്റിച്ചായിരുന്നു വെച്ചിരിക്കുന്നത്. ഇങ്ങനെന്തെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാ പേപ്പേഴ്സിന്റെ വേറെ ഇല്ല ചെയ്തത് ശരി, ഓക്കെ മാറ്റാം. പക്ഷെ മൊത്തമേ തെറ്റാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിന്ദിയിലും മലയാളത്തിൽ ചില ചില വാക്കുകളുണ്ട്. അപ്പോൾ മോൻ നീ ട്യൂഷൻ പോയത്? ട്യൂഷന് ആരുടെ വീട്ടില് അവിടെ പഠിക്കാനുണ്ടല്ലോ. അവിടെ മലയാളം ഹിന്ദി ഇവന്റെ എല്ലാ സബ്ജക്റ്റും അവിടെ പഠിക്കാറുണ്ട്. ഇവനെല്ലാം നല്ലതായിട്ട് പഠിക്കാറുണ്ട്. അവിടെ എല്ലാം പഠിക്കാല്ലേ? രാത്രി വരുമ്പോൾ കൂടുതൽ സംഭവം അതെന്താ മാത്രമേ അറിയത്തില്ല. ഡ്രില്ലാണോ അല്ലെങ്കിൽ വെട്ടി കിടക്കുന്നത്? ഡ്രില്ലാണ്. സാർ നിങ്ങളൊന്ന് പേപ്പർ സൈൻ ചെയ്യണ്ടേ? എന്തായാലും നിങ്ങൾക്ക് പ്രിൻസിപ്പൾ പോയി പറഞ്ഞു. എത്ര നേരം? ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം പോയി കാണാം. മാത്സ് ചെയ്യാനോ? ഇല്ല സാറിന് ബാക്കിയുള്ള മാർക്സ് സാറ് ഒരു എക്സാമിന് പാസ് ആയിട്ടുണ്ടല്ലോ. മാത്രം പാസ്സിലായ വലിയ കാര്യം തന്നെയല്ലേ സാറേ? സാർക്ക് അറിയാം. അതൊന്നും അറിയില്ല സാറേ. അതാണ് ഞാൻ പറഞ്ഞ ഡ്രില്ലിന്റെ സൗണ്ട് കേട്ടില്ലേ? പ്രിൻസിപ്പൾ പോയി കണ്ടിട്ടോ? അടുത്ത പേരന്റ് അവിടെ വെയിറ്റ് ചെയ്യുക. അടുത്ത പേരന്റ് 16 കിട്ടി. 20 16 കിട്ടില്ല സാറേ. അത് വലിയ കാര്യമല്ലേ? ഈ പൊട്ടൻ 7 ഒന്നും പഠിക്കാറില്ല. ഇവിടെ ഉണ്ടോ? അപ്പൊ സാറേ ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാർക്ക് ഇംപ്രൂവ് ചെയ്യണം. റെമഡിയൽ ക്ലാസ് നിൽക്കണം.
എപ്പം മുതൽ എപ്പോഴാണ്? ബിക്കോസ് ഞാൻ വർക്കിന് പോകും, പിന്നെ ഇവൻ തന്നെ നിൽക്കാൻ റെമഡിയൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 മണി മുതൽ 8-9 മണി വരെ എടുക്കണം. രാത്രി 7 മണി മുതൽ 9 മണി വരെ. അപ്പൊ ഇനി ഇച്ചിരി ലേറ്റ് ആക്കാം. അപ്പോ ഒരു എല്ലാം സബ്ജക്റ്റിന്റെ ടൈമിൽ അത്രയും വലിയത് എല്ലാം സബ്ജക്റ്റിന്റെ മിസ് 1 മണിക്കൂർ വരാൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പോയിക്കോ. സാർക്ക് ഏതെങ്കിലും ട്യൂഷൻ ടീച്ചറിന്റെ ഇപ്പൊ ഒന്ന് ട്യൂഷനൊക്കെ പോയിക്കോട്ടെ. ഞാൻ പഠിക്കാത്തതല്ലേ ഇവർ പാട്ട് പറയുന്നല്ലേ ഇവിടെ ഒന്ന് ഇരിക്കാണെന്ന് എനിക്ക് നീ നടക്കണ്ടേ. ഏഴിന്റെ മാർക്ക് ഞാൻ പറ്റിയത് സാറല്ല. അപ്പൊ ശരി സാർ മാം അല്ല സാറേ മാം എവിടെ? സാറ് മാം എവിടെ? സുമാൻ അവിടെ എവിടെ? നിനക്കറിയാം എവിടെ? അങ്ങനെ തന്നെ 10 വർഷം പോയിട്ടുണ്ടല്ലോ. അത് സുമാൻ ഇവിടല്ലേ ആണോ വന്നത്? ഇവിടെ ആരും എവിടെയെങ്കിലും തെറ്റിച്ചുകൊണ്ടോ സാറ്? ശരിയായി. ഒരു പ്രാവശ്യം പെണ്ണുങ്ങളെ വാഷിങ്ങൊന്നും അറിയാത്ത ഇങ്ങോട്ട് കേട്ടടാ. എന്നോട് പറയാനുണ്ടോ? മര്യാദ ഓക്കെ സാർ. നെക്സ്റ്റ് ടൈം ക്ലാസ് ബിക്കോസ് നമ്മൾ പ്രിൻസിപ്പൾ എടുത്തത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സാറേ, സാറിന്റെ മോനെ ഞാൻ കുറെ വർഷം വിളിച്ചിട്ടുണ്ട്. സർ, ഫോർ ഹിന്ദി അവൻ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ മലയാളം അവൻ ഹിന്ദി എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിന് ആ മാത്തും എഴുതി വെച്ചിട്ടുണ്ട്. സർ, ഫുൾ തെറ്റാണ്. പിന്നെ ഞാൻ ഇങ്ങനെ കുറെ വർഷം പിടിച്ചിട്ടുള്ളതാണ്. ഫോൺ 2 അല്ല 5 എണ്ണം ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. കുറെ എണ്ണം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഹീസ് നോട്ട് ഇൻ ക്ലാസ്. കുറെ വർഷം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നത്, ഇവൻ പ്രിൻസിപ്പലിന്റെ റൂമില് ഈ സാറ് വായിച്ചപ്പോ ഇവൻ നേരെ ഗേൾസ് വാഷ്റൂമിൽ ഇനി ഒരു ചാൻസ് കൊടുക്കാൻ പറ്റും. എത്രാമത്തെ വാണിംഗ്? ഇത് 5th വാണിംഗാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 10ാമത്തെ വാണിംഗ്. ഇതെന്തുവാ? അവസാനം 100 വർഷം കൊടുത്തിട്ട് മതിയായിരുന്നു. 5ാമത്തെ വാണിംഗ് കഴിഞ്ഞിട്ട് 10ാമത്തെ വാണിംഗ്. 5 ഫോണിന് ഓരോരോ വാണിംഗ്. അപ്പൊ 5 കഴിഞ്ഞിട്ട് 10 5 വാണിംഗ് മുമ്പേ എവിടെ 6ാമത്തെ വാണിംഗ്? അത് രണ്ടാമത് മര്യാദയ്ക്ക് പഠിക്കത്തില്ല. ഹിന്ദിക്കാവും മലയാളം എഴുതും, മാത്സിനാവും ഇംഗ്ലീഷ് എഴുതും. ഇത് എന്തുവാ? അതിന് നിങ്ങൾക്ക് അപ്പൊ മാമിന്റെ വലിയ ഐഡിയ ഉണ്ടോ ഇവന്റെ? ശരിയാണ്, എനിക്കറിയാം. 10-100 ട്രെൻഡിങ് ക്ലാസ്. എനിക്കൊരു പ്രശ്നമില്ല മാമേ. മൺഡേ മുതൽ സൺഡേ വരെ ക്ലാസ് മൊത്തം ദിവസം. അപ്പൊ കാറ്റഗറിയിൽ പോകണ്ടേ? സൺഡേ രാവിലെ ഇല്ലേ? രാത്രി എന്താണ്? ഓക്കെ, രാത്രി ഇത് തോന്നിയോസ. രണ്ടാമത് ഇവൻ എന്നാ ശരി, ഇവനെ രാവിലെ മുതൽ എടുക്കേണ്ടവൻ. രാവിലെ മുതൽ എടുത്തോ? രാവിലെ
വീട്ടിലിരുന്ന് പഠിക്കുക. പിന്നെ രാത്രി നോക്കുമ്പോൾ ഏതൊരു ഡ്രില്ലിംഗ് സൗണ്ട്. അതാണ് നമുക്ക് സംശയം ഇവിടെ എന്താ ചെയ്യുന്നത്. അതാ കൂർക്കം വലിക്കുന്നത്. ഓക്കെ മാം, അപ്പോൾ റെമഡിയൽ ക്ലാസ് എല്ലാം ടീച്ചറിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചു. ഓക്കെ. സാറേ ഇനി ഇങ്ങനെ കാണിക്കുവാണെന്ന് ഞാൻ കേട്ട ലാസ്റ്റ് മോർണിംഗ് ഇനി അടുത്ത ചെയ്ത അപ്പൊ തന്നെ 2 അല്ല 3 DC ഒരു സ്കൂളിൽ കയറി ഞാൻ സമ്മതിക്കത്തില്ല. മാം ഒരു ഇവൻ സ്പോർട്സ് ഒന്നും ചെയ്യില്ല. സ്പോർട്സ് ഒന്നും കേട്ടില്ല. ഇവിടെ പെർമിഷൻ വേണ്ട. മാം എന്നോട് വിളിച്ചു പറയാം. സ്പോർട്സ് നല്ല ഐഡിയ. അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. ഗ്രൗണ്ടിലൊന്ന് ഇറങ്ങി നോക്ക്. ഇവ മേലത്തെ പൊരിക്കളില്ല. ഇത് സ്നാക്സ് ബ്രേക്കിന് ഇവനെ സ്നാക്സ് കഴിക്കാൻ വിടും. ഇവൻ സ്നാക്സ് കൊണ്ടുവന്നില്ല എന്ന് പറയാം. ഇവൻ കൊണ്ട് വേസ്റ്റ് കളയും. രണ്ടാമത് സ്നാക്സ് ബ്രേക്കിന് കറങ്ങാൻ പോകും ഫ്രണ്ട്സിനെ എവിടെയെങ്കിലും പോയി തള്ളിയിട്ടിട്ട് നേരെ പോയി കാണും. CCTV കാണാം. അല്ല മാം, അപ്പോ മാംക്ക് സാറ് PT സാറിനോട് എന്തെങ്കിലും ഗെയിംസ് കളിക്കാൻ പറ്റുന്ന പറ്റും. പിന്നെ നല്ലതായിട്ട് പാടുണ്ട്. അപ്പം പാടുന്ന എന്തെങ്കിലും വേണം. പാട്ടിലേക്ക് ഒറ്റ പ്രശ്നമുണ്ട്. കാറല്ലേ കാര്യാൽ കിട്ടും. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ, താങ്ക് യു. സാറേ അവൻ ഞാൻ വീട്ടിൽ പോകും. മാത്സ് മമ്മി എന്നെ എവിടെ പൊട്ടി കാണുക. ഇന്നെന്താ ദിവസം അറിയാം? ഫ്രൈഡേ. വീട്ടിൽ വന്നത് സാറിന്റെ ഒരു ദിവസം ലേറ്റ് ആയി. അതാണ് ഞാൻ ഓർത്തത്. ഗ്രൂപ്പില് സബ്ജക്റ്റ് ഫെയിൽ ആയി. ഒരു സബ്ജക്റ്റ് ആവുന്നെങ്കിൽ ഇന്നലെ വിളിക്കുമായിരുന്നു. ഇത് 3 സബ്ജക്ട് കൂട്ടി. അതാ സ്പെഷ്യൽ ആയിട്ട് എടുത്തത്. സാറ് പറഞ്ഞു മാത്സിന് ഒന്ന് എത്ര കിട്ടി? മാത്സിന് അവന് 3ന് 20-ലല്ലേ? 20-ലായിരുന്നോ? എത്ര? 20-ആയിരുന്നു. 20 ടേമിലായിരുന്നു. അതില് 80 ഇരുന്നില്ല. 80 അല്ല 40 ആയിരുന്നു. 40 അതില് 3. മമ്മി ഈ സാറ് പഠിപ്പിക്കുന്നത് മനസ്സിലാവണില്ല. ഈ സാറിന് പൊക്കമില്ല. അതുകൊണ്ട് സാർ താഴെ എറിയുന്നു. താഴെ എറിയുമ്പോ താഴെ എഴുതുമ്പോ ഒന്നും കാണാൻ പറ്റൂല. പൊക്കില്ലാത്ത അറിയാം. ഇപ്പൊ ഞാൻ കണ്ടല്ലോ ആ സാറ് സ്കൂളിൽ നിന്നിട്ടാണോ എഴുതി. അത് ഞാൻ എന്ത് ചെയ്യണം മമ്മി? എന്നെ ഇങ്ങനെ മമ്മി ചിരിക്കുന്നില്ലല്ലോ. ഹലോ, നിങ്ങക്ക് എഴുതാൻ പറ്റിയ എന്റെ അടുത്ത് ചോദിച്ചോ. ഞാൻ പറഞ്ഞു ആ ശരിയാണോ? സാറിന് എപ്പോഴും ക്ലാസ് മമ്മി മാനേഴ്സ് കാണിക്കും. സാറ് ക്ലാസ്സിൽ വന്നാൽ എപ്പോഴും എഴുതും. എനിക്ക് പേടിയില്ല. ഓ പിന്നെ വീട്ടിലെ ഇരിക്കുമ്പോ തന്നെ പൊട്ടിപ്പോ. സാറേ കെമിസ്ട്രിയിൽ കൂട്ടി, ഫിസിക്സിലും പോയി. 3 മെയിൻ സബ്ജക്ട്സ് ബയോളജി, കെമിസ്ട്രി. ഈ സാറിന്റെ കുട്ടി പറയുന്നുണ്ടോ? എന്റെ കുറിച്ച് കുട്ടി പറയുന്നുണ്ടോ? സാറ് നല്ല സാറേ, പക്ഷെ സാറ് പഠിപ്പിക്കാൻ മനസ്സിലാവുക. എല്ലാ സബ്ജക്റ്റും മനസ്സിലാകത്തില്ല പോലെ. സാറേ ഇവ സാറെ കുറിച്ച് എന്തൊക്കെ കുറിച്ചാ പറഞ്ഞോ? സാറിന് മൊത്തം ഇല്ല. സാറിന് എഴുതുന്നത് കുളകളായിരുന്നു. ഈ സാറിനെ കുറിച്ച് ഒരു കുളകളായിരുന്നു. ഹൈറ്റ് ഇല്ല, പഠിപ്പിക്കത്തില്ല. അപ്പൊ ഇവന്റെ നോട്ടില്ല. ഇത് ഈ സാർ തന്നെ എഴുതിയതല്ലേ? എന്നോട് വീട്ടിൽ ചെന്നപ്പോ ഇതിനടുത്ത് വായിക്കാൻ വീട്ടിലേവും പഠിക്കുന്നുണ്ടോ? വീട്ടിലേവും പഠിക്കുന്നു. ആ പഠിക്കുന്നു. പക്ഷെ മാർക്കിന് പോയത് ഫോൺ പക്ഷെ ബുക്ക് വലുതായിട്ട് ഒന്നും കാണും. ബുക്കിന്റെ അത്ര ഫോൺ വെക്കാറില്ല. അതിന് 2 ഫോൺ പിടിച്ചായിരുന്നു. ഇവന്റെ ബാഗ് നടത്തിയില്ല. ഒരു കൂട്ടുകാരി അപ്പം നീ അടിക്കില്ല. ഞാൻ പറയുന്നത് പഠിക്കാൻ നോക്കുമേ നല്ലല്ല. എന്താ സാർ നോക്കുന്നത്? അതൊന്നും പറ്റില്ല. മാം എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. മാം ഇവിടെ ഇത്ര പേപ്പേഴ്സ് ഉണ്ട്. മാം പേപ്പർ മാറ്റാൻ പറ്റും.
സാറേ ഞാൻ ഇനി വീട്ടിൽ പോയില്ല, വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അടിച്ചു കൊല്ലും. ഇത് ബാക്കിയുള്ള സബ്ജക്ട് അത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി കുട്ടി സബ്ജക്ട്സിന് ഇത് ബാക്കി ക്ലാസ് ആയിരുന്നു. എങ്ങനെയാണ് അതിനകത്ത് സൈൻ ഇടാറുള്ളതാണ്? പാസ്സായത് വലിയ നല്ലതായിട്ടൊന്നും ഇല്ല. ഇതൊക്കെയാണ് എന്റെ പൊന്ന് സാറേ, സാറിന് എന്താ കുഴപ്പം? പേപ്പർ വെറുതെ പഠിക്കാൻ പറ്റാത്ത എന്നോട് എത്ര വർഷം പഠിപ്പിച്ച ആളാണ് നിന്നെ? രാജാസ് ഗ്രാൻഡ് ഫാദർ ഡിസൈഡ് ടു ഇൻഫോ പാർക്കില്ല, അല്ല IT ടെക്നോളജിന്റെ മമ്മി ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്ക് അങ്ങനെയാണ്. അതെ, ഈ കമ്പ്യൂട്ടറിന്റെ തലയിൽ കയറിയുണ്ട് ഒന്നും അതെങ്ങനെയാ? എന്തെങ്കിലും വർക്ക് ചെയ്യിക്കുമ്പോ മമ്മി ഇത് എന്തുവാ എത്ര വർഷം പഠിക്കണം? ട്യൂഷൻ ഞാൻ ഫുള്ള് പഠിക്കും. അതും ഞാൻ പിന്നെ അങ്ങനെ പക്ഷേ ഹലോ ട്യൂഷൻ മിസ്സിന്റെ പേര് ട്യൂഷൻ ടീച്ചറിന്റെ പേര് റേനു. ശരി, രേണു ആ മിസ് നന്നായി പഠിപ്പിക്കും. അത് അവിടെ പോയിട്ട് ഞാൻ വിടാറില്ല. ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ മിസ് ഇവിടെ വന്നിട്ടാ പഠിപ്പിക്കും. എന്റെ മുമ്പ് വെച്ച് ഒന്നും പഠിക്കും. അവിടെ കളിക്കുന്നു. അതെങ്ങനെ എന്റെ മുമ്പ് വെച്ച്? സാറേ, അവിടെ വൃത്തിയായിട്ട് ഒരുത്തുണ്ട്, ഒരു വർഗീസ് എന്നാ അവന്റെ പേര്. അവനാ എന്നെ ചീത്തയാക്കണം. വെറും വൃത്തിയായിട്ടല്ല, അവനാണ് ഞാൻ എല്ലാത്തിനും കാരണം. ഞാൻ മാറി പറയാം, അവൻ എന്നെ കൈ അവൻ ഈ സ്കൂളല്ല, അവൻ സ്കൂള. ഇംഗ്ലീഷ് മീഡിയം സാറ് ഇപ്പൊ കുട്ടികൾ അടിച്ച കേസാ. പേരൻസിനല്ല, നമ്മൾ ടീച്ചേഴ്സ് നിങ്ങൾ പഠിപ്പിക്കുന്ന നമ്മൾ അറിയുന്നില്ല, ഞാൻ ചുമച്ച ടിഷ്യൂ പേപ്പർ ഇവിടെ പോടാ പോട്ടാ പോ സാറേ. ഹലോ ഇത് ഇംഗ്ലീഷാണ്. കൊറേ നേരമായി മമ്മി സാറേ സ്കൂളിലോ എന്റെ അമ്മ കാണാണ്ടല്ല. എന്തായാലും പ്രിൻസിപ്പൽ ആണോ? ആ പ്രിൻസിപ്പൽ ഞാൻ. സാറേ ഞാൻ പൊക്കോട്ടെ വീട്ടിൽ. എന്തായാലും പ്രിൻസിപ്പൽ ഇവന്റെ ബിഹേവിയറോ എന്റെ ബുക്ക് ഈ പേപ്പർ ഞാൻ പിടിച്ചിട്ട് പറയാം. ഇവന്റെ ബിഹേവിയർ സാറേ ഇവിടെയൊക്കെ 2 മാർക്കുണ്ട്. ഈ വൃത്തിയായിട്ട് ഇട്ട് തന്നില്ല. ഇതെന്താ സാറേ പ്രശ്നം? ക്വസ്റ്റ്യൻ എന്താ? ഇതല്ലേ ക്വസ്റ്റ്യൻ? ഇത് ശ്വാസത്തിൽ തന്നെയാണല്ലോ ആൻസർ. ഇത് ഇവിടെ 2 മാർക്ക് കൊടുക്കണ്ടേ? അപ്പം പ്രശ്നം എന്താ, ഇവൻ ക്ലാസ്സിൽ ആൾക്കാരോട് അലമ്പുണ്ടാക്കുന്നു. പിന്നെ പെണ്ണുങ്ങളുടെ വാഷ്റൂം ഇങ്ങനത്തെ സ്റ്റുഡന്റ് വന്നു, ആ സ്റ്റുഡന്റിന്റെ കൂടെ ഇപ്പൊ പോയതായിരുന്നു. എന്റെ പൊന്ന് സാറേ, സാറ് ചുമ്മാ പറയാട്ടെ, ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല. അവന്റെ ഫ്രണ്ട്സിനോട് സാറിന്റെ വീട്ടിൽ പൊക്കോട്ടെ സാറേ. നീ പറയാനുണ്ടോ? ഇനിയുണ്ട് അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പർ പ്ലെയിൻ. എന്റെ പൊന്നി മമ്മി പോണ നേരം സീരിയൽ പോലെ ഇങ്ങനെ നോക്കണം. അങ്ങോട്ട് പാറ മമ്മി ഒന്ന്. ചില സമയത്ത് ചില സമയത്ത് ഹലോ അയ്യേ മൊത്തം ഷോ ഓഫ് ആയിരുന്നല്ലേ, വെറുതെ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ. Sometimes he will share his page and he will draw love letters in here. എന്റെ പൊന്ന് സാറേ, ആവശ്യമില്ലാത്ത കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കാരണം സാറിന് ഇട്ടും നമ്മളെ സുനിത ടീച്ചറല്ലേ ലവ് ലെറ്റർ കൊടുത്ത് ഈ വൃത്തിയായിട്ടായി. ഓ നാണം കണ്ടാ എന്റെ സാറേ ഇവൻ ലവ് ലെറ്റർ എഴുതിയെന്ന് പറഞ്ഞില്ലേ? അത് മറ്റേ കമലാന്റി ബിംബിലെ എന്തോ ഒരു മലയാളം ചാപ്റ്റർ ഇല്ലേ, അതിന്റെ അകത്ത് എഴുതിയ അതിന്റെ ആൻസർ. ഹോംവർക്ക് അല്ലേ ലവ് ലെറ്റർ എഴുതാൻ? അത് തന്നെ. ഹോംവർക്ക് വേറെ പെണ്ണ് എന്താ പേര്? സുനിത.
Sir, can I go? No. അതില്ല. What? You speak in English, okay? I am the HOD. HOD, so what are you doing? You're math teacher. Ask your mother to go. Oh, mommy. മനുഷ്യനെ നാണം കെടുത്താൻ നിൽക്കുന്നോളൂ. English. Sir, can എനിക്ക് എന്തായാലും വളരെ മലയാളം സംസാരിക്കാൻ പാടില്ല. സ്കൂളിൽ പറ്റത്തില്ല. English. What is that? So, Ben. വേണ്ട സാർ പോട്ടെ. ഇല്ല പോണ്ട നിന്നെ. Tell your mother to go. ഇവനോട് ഞാൻ Then you go. ഇവനെ സ്പോർട്സ് റൂമിൽ I am the HOD. ഞാൻ HOD യാണ്. എന്റെ മോനെ വിളിച്ചോ. ഓ നീ പോണ്ട. നീ ഇവനോട് സ്പോർട്സ് റൂമിൽ പോയിട്ട് ബോൾ എടുക്കാൻ പറഞ്ഞപ്പോ ബാസ്കറ്റ്ബോൾ എടുക്കാൻ പറഞ്ഞപ്പോ ഇവൻ പോയിട്ട് ബാസ്കറ്റ്ബോൾ സ്റ്റുഡൻസിനെ ക്രിക്കറ്റിന്റെ സാധനം കൊടുത്തിട്ട് പറയാ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ സാറിന്റെ കണ്ണു വെച്ചിട്ട് പറയുന്നില്ല. പിന്നെ കരാട്ടെ ക്ലാസ്സിൽ പോകുമ്പോൾ അയ്യോ അയ്യോ അയ്യോ. Oh my god, oh my god, oh my god. What? They can do what? You speak English. മലയാളമുണ്ട്. Okay. Okay, fine. ഓക്കെ മലയാളം ഞാൻ പറഞ്ഞു പച്ച മലയാളം ചില സമയത്ത് കരാട്ടെ ക്ലാസ്സിൽ പോകുമ്പോൾ അനിവരെ കരാട്ടെ വിട്ടിട്ടുണ്ടല്ലോ. നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ ഇവൻ പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടി കരാട്ടെ ക്ലാസ്സിൽ ഒന്നും അറിയാത്തവർ പോകും. പിന്നെ എന്താ പീരീഡ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി 2-3 പീരീഡ് ഉണ്ട് കരാട്ടെ ക്ലാസ്സിന്റെ സമയത്ത്. ആ പീരീഡ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ പോകും. ആ സമയത്ത് എന്റെ പീരീഡ് സാറിന്റെ പീരീഡ് ഫിസിക്സ് പീരീഡ് ആണ്. സാറേ ഇതെല്ലാം ഉറക്കം വരണ സത്യത്തെ സാറേ. ഇവൻ ചില സമയത്ത് കെമിസ്ട്രി ബയോളജി കരാട്ടെ കുട്ടികൾ എന്താ കരാട്ടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഇവൻ വാഷ്റൂമിൽ പോകാൻ നോക്കും. എന്നിട്ട് അവൻ എന്താ കരാട്ടെ ക്ലാസ്സിൽ പോയിട്ട് അവൻ അവിടെ പോയിട്ട് കരാട്ടെ പഠിക്കും. എന്നിട്ട് അപ്പൊ ഇത്ര വേണ്ടി വരാൻ നിങ്ങളെ ഒട്ടുമേ നല്ലത് പഠിക്കാൻ. നിങ്ങൾ എത്ര നല്ലതാണെങ്കിൽ അവൻ അത്ര ഒന്നും എത്തിയിട്ടില്ല. ഇവനൊരു രാത്രി വേണ്ട വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെ റെമഡിയലുണ്ട്. ഭയങ്കര ലേറ്റ് ആയിരിക്കും. പക്ഷെ ഈ 3 സബ്ജക്ട് ഓരോ ഇവനെ ഞാൻ ഇവിടെ കരാട്ടെ കിടാ അത് ഫുൾ ചീപ്പാണ്. അതുകൊണ്ട് ഇടിക്കും കരാട്ടെ ക്ലാസ്സിൽ പോയത്. പിന്നെ ഇടിക്കാനല്ല അത് ഇടിക്കല്ല. ചെറുക്കന്മാരുടെ അലക്സി അവിടെ ഇരിക്കണം. ഓരോ ആളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ ഇടയിൽ കരാട്ടയുടെ അടി ഉണ്ടാക്കുന്നത്. ആ രണ്ടു ചെറുക്കനെ തലയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ബുക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുന്ന എക്സാമിൽ നിങ്ങൾ ഫെയിൽ ആവും. എല്ലാം കൂടിയാണ് മാർക്ക് മേടിച്ചാൽ ഫെയിൽ ആവും. സാറിന് സംസാരിച്ചു സാർ മലയാളം പറഞ്ഞേ. മലയാളം പറഞ്ഞേ. ശരി അപ്പൊ എനിക്ക് ഇത്ര റെമഡിയൽ ക്ലാസ് കൂടിയിരുന്നു. ശരി സാറേ എന്നാ പോട്ടാ. 4